അമ്മ വിചാരത്തിൻ്റെ ഒരു ദിവസം കൂടിയാണല്ലോ ഈ ദിവസം. മാതൃദിനമായി കൊണ്ടാടുന്ന ഈ ദിവസം നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലെ അമ്മമാരെ പ്രത്യേകമായിട്ട് ഓർക്കാം. ഭാരതീയ ചിന്തയിൽ അമ്മയെന്ന് പറയുന്നത് എല്ലാ ശക്തികളെക്കാളും എല്ലാ വണക്കത്തിന് യോഗ്യമായ ആൾക്കാരെക്കാളും പ്രഥമ സ്ഥാനിയാണെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് ഗുരുവും ദൈവവും അമ്മയും ഒരുമിച്ച് വന്നാലും മാതാവിനെ ആദ്യം വന്ദിക്കണമെന്നാണ് ഭാരതീയ ചിന്ത നമ്മളെ പഠിപ്പിക്കുന്നത്. മാതാവാണ് പിതാവിനെയും ഗുരുവിനെയും ദൈവത്തെയും നമുക്ക് കാണിച്ചു തരുന്നത്. വേദപുസ്തകത്തിലും അമ്മ വിചാരങ്ങളുടെ ഏറ്റവും തീക്ഷ്ണമായ അനുഭവം കാണുന്നത് തമ്പുരാന് വേണ്ടി ഒരു ജീവിതം തന്നെ മാറ്റിവെക്കുന്ന പരിശുദ്ധയായ കന്യകമറിയാമിൻ്റെ ജീവിതത്തിൽ കൂടിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് വേണ്ടി തൻ്റെ സൗന്ദര്യവും ആരോഗ്യവും സമയവും തൻ്റെ സന്തോഷങ്ങളൊക്കെ മാറ്റിവെക്കുന്ന അമ്മമാരുടെ പ്രതീകം കൂടിയാണല്ലോ പരിശുദ്ധയായ കന്യകമറിയാം. കുരിശിൻ്റെ ചുവട്ടിലോളം യാതനകളുടെ ഒരു വലിയ യാത്ര തന്നെ അവൾ ഓടുകയാണ്. അതുകൊണ്ടാണ് കുറച്ച് നാൾ മുമ്പ് കേട്ട ഒരു കഥ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ, കൊച്ചു ക്ലാസ്സാണ്, അധ്യാപകൻ വന്ന് കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കുകയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ചിലർ പറയുന്നു അത് താജ്മഹലാണ്, ചിലർ പറയുന്നു ബുർജ് ഖലീഫയാണ്, ചിലർ പറയുന്നു നയാഗ്ര വെള്ളച്ചാട്ടമാണ്. ഇങ്ങനെ പല പല ഉത്തരങ്ങൾക്കിടയിൽ ഒരു മുഷിഞ്ഞ വസ്ത്രമൊക്കെ ഉള്ള ഒരു കൊച്ചു ബാലിക എഴുന്നേറ്റ് പറയുന്നുണ്ട്, എൻ്റെ അമ്മയാണ് ഏറ്റവും വലിയ അത്ഭുതം. അധ്യാപകൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിൻ്റെ അമ്മ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്? അവരാരാണ്? വലിയ ജോലിക്കാരിയാണോ? കുഞ്ഞ് പറയുന്നു, അവളൊരു വലിയ ജോലിക്കാരി തന്നെയാണ്. എൻ്റെ അമ്മ അതിരാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, കുരിശ് വരയ്ക്കുന്നുണ്ട്, അതിനിടയ്ക്ക് തന്നെ വെള്ളം ചൂടാക്കാൻ വെക്കുന്നുണ്ട്, അടുപ്പിലെ ചാരം മാറുന്നുണ്ട്, ഉച്ചക്കത്തെ ചോറിനുള്ള അരി അടുപ്പിലിടുന്നുണ്ട്, രാവിലത്തെ ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട്, എന്നെ വിളിച്ചുണർത്തുന്നുണ്ട്, അപ്പായെ ഉണർത്തുന്നുണ്ട്, അദ്ദേഹത്തിന് ആവശ്യമായ വസ്ത്രങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്, എനിക്ക് ആവശ്യമായ ഭക്ഷണം പൊതികെട്ടി തരുന്നുണ്ട്, രാവിലത്തെ ഭക്ഷണം എന്നെ ഊട്ടുന്നുണ്ട്, അപ്പച്ചനെ അമ്മച്ചിക്കും ആവശ്യമായ ചൂടുവെള്ളം അമ്മ രാവിലെ കരുതുന്നുണ്ട്, രാവിലെ കാപ്പി വെക്കുന്നുണ്ട്, കോഴിക്കൂട്ടിൽ പോകുന്നുണ്ട്, കോഴിയെ അഴിച്ചു വിടുന്നുണ്ട്, കോഴിമുട്ട പെറുക്കിക്കൊണ്ട് വരുന്നുണ്ട്, അതിനിടയ്ക്ക് പശുക്കൂട്ടിൽ പോയി പശുവിനെ കറന്ന് പാലുമായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്ന ഒരേ സമയം അമ്മയ്ക്ക് എത്രയോ കരങ്ങളാണ്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശോധിക്കുമ്പോഴും ഈ അമ്മ വിചാരം നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ ദിവസവും നമ്മൾ ഉച്ചയ്ക്ക് നമ്മുടെ ഇലപ്പൊതിയുടെ ആ നല്ല വാട്ടാൽ മണമുള്ള ഇലപ്പൊതി തുടക്കുമ്പോൾ എന്തെങ്കിലും ഒരു അത്ഭുതം അമ്മ ആ ചോറിൻ്റെ അകത്ത് കാട്ടിയിരിക്കും. ഒരുപക്ഷെ ഒരു മുട്ട പൊരിച്ചതാകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം ചമ്മന്തിയാകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം തോരനാകാം, എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഓരോ ദിവസവും ഈ പൊതിച്ചോറ് അഴിക്കുന്നത് ഒരു വലിയ അത്ഭുതമായിരുന്നു. കുറേ കുഞ്ഞുങ്ങളൊക്കെയുള്ള അമ്മമാർക്ക് വേണ്ടി കുഞ്ഞുങ്ങളൊക്കെ വഴക്ക് പിടിക്കാറുണ്ട്, ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞ്. എന്നാൽ ചില അഗതി മന്ദിരങ്ങളിലൊക്കെ പ്രവർത്തിച്ചതിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, പ്രായമാകുമ്പോൾ 8ഉം 10ഉം കുഞ്ഞുങ്ങളുള്ള മക്കൾക്ക് പോലും ഇത് എൻ്റെ അമ്മയാണെന്ന് പറയുന്നത്, ഇത് നിൻ്റെ അമ്മയാണ്, ഇത് നിൻ്റെ അമ്മയാണെന്ന് പറയുകയാണ്. 5 കുഞ്ഞുങ്ങളുള്ള ഒരു അമ്മയെ ഒരിക്കൽ പരിചയപ്പെടുകയുണ്ടായി. ഭർത്താവൊക്കെ മരിച്ച് ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ അമ്മ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്നത്. കോട്ടയത്ത് മാർക്കറ്റിൽ നിന്ന് തലച്ചുമടായി മീൻ പിടിച്ചുകൊണ്ട് മീൻ വാങ്ങിച്ച് ഭവനങ്ങളിൽ കൊണ്ട് വിറ്റ് മക്കളെ വളർത്തിയതാണ്. എന്നാൽ ദുഃഖകരമായിട്ട് പറയട്ടെ, ഈ മക്കളൊക്കെ പഠിച്ച് നല്ല ജോലിയും നല്ല വീടും കല്യാണവും ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ അമ്മ ആർക്കും വേണ്ട. ഒരു ദിവസം ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ മുമ്പിലേക്ക് ഈ മക്കളെല്ലാം കൂടെ അമ്മയെ കൊണ്ട് ഇരുത്തിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ആ അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു, എൻ്റെ മക്കൾ എന്നെ തേടി വരുമെന്ന്. ഒരു പക്ഷേ തൻ്റെ ജീവിതവും തൻ്റെ യൗവനത്തിലെ ചില സുഖങ്ങളും തൻ്റെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് മാറ്റി വെച്ചിട്ടും അമ്മയൊന്ന് നോക്കുവാനോ ഒന്ന് കരുതുവാനോ പലപ്പോഴും സാധിക്കാതെ പോവുകയാണ്. അതിൻ്റെ ഒരു നേർവിപരീതമായിട്ടൊരു ദുഃഖം ഈ അമ്മ മരിക്കുന്ന നിമിഷങ്ങളിൽ അവിടുത്തെ വീണ്ടും ആ ഭവനങ്ങളിലേക്ക് ചെല്ലേണ്ട ഒരവസ്ഥ വരുമ്പോൾ വലിയ കൊയറുകളും
വലിയ പൂക്കൾ നിറച്ച ഒരു പേടകത്തിൽ അമ്മയുടെ ശരീരം ലൈവായിട്ട് അമേരിക്കയ്ക്കും യൂറോപ്പിനും ഒക്കെ ഈ അമ്മയുടെ ശവസംസ്കാരം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. വലിയ വലിയ ആർഭാടങ്ങളാണ്. പക്ഷേ ഈ വലിയ വലിയ ആർഭാടങ്ങൾക്കും പണച്ചെലവിനിടയ്ക്ക് അമ്മ നിശബ്ദമായി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഒരു ദിവസമെങ്കിലും നിങ്ങളോടുകൂടെ നിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു അന്ന്. അതുകൊണ്ട് നമ്മുടെ അമ്മമാർ നമുക്ക് വേണ്ടി കരുതിയ വലിയ ത്യാഗത്തെ നമുക്ക് ഓർക്കാം. ലോകം ഒരു ദിവസം ഈ അമ്മമാർക്ക് വേണ്ടി മാറ്റുമ്പോൾ ബാക്കി 364 ദിവസം അമ്മമാരെ മറക്കുന്ന അവസ്ഥയാണെങ്കിൽ ഈ ദിവസം നമുക്ക് അത്ര നല്ലതല്ല. മറിച്ച് നമ്മളെ കരുതുന്ന, നമ്മളെ ശുശ്രൂഷിക്കുന്ന അമ്മമാരെ നമ്മൾ ബഹുമാനത്തോടുകൂടി ഒരു പ്രത്യേക ഭാരതീയ ചിന്തയിലെ നാരീപൂജ പോലെ ഒരുപക്ഷെ അമ്മയെ ഒരു പ്രത്യേകമായി സ്നേഹിക്കുന്നൊരു ദിവസമായി ഇത് മാറട്ടെ. അമ്മയില്ല എങ്കിൽ ഒന്നുമില്ല. ഭൂമിയും മരങ്ങളുമൊക്കെ അമ്മയുടെ പ്രതീകം തന്നെയാണല്ലോ. അതുകൊണ്ട് ഈ അമ്മ ദിവസം നമ്മുടെ അമ്മമാരുടെ കണ്ണുനീര് ഒപ്പുന്നതാകട്ടെ, അവരെ കുറച്ചുകൂടി സ്നേഹിക്കുന്നതാകട്ടെ. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട അമ്മമാരുടെ വേദനകളുണ്ടെങ്കിൽ നമുക്ക് അവരോട് കൂടുതൽ സ്നേഹത്തോടുകൂടി അവരെ ആലിംഗനം ചെയ്യാം. സ്നേഹത്തിൻ്റെ അമ്മഭാവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീരും എന്നുള്ളതിന് മാറ്റമൊന്നുമില്ല. യേശുവിൻ്റെ പിന്നാലെ ഒരു തണലായി മാതാവ് നടന്നതുപോലെ തൻ്റെ മരണം പോലും കാണുമ്പോൾ അമ്മ മകനെ അവസാനം മടിയിൽ വെച്ച് കണ്ണടയ്ക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഈ അമ്മഭാവം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.